പ്രതിരോധ ശക്തി തീരെ കുറവുള്ള ആളുകൾ, ആരോഗ്യക്കുറവുള്ള ആൾക്കാർ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി എന്നും ആ യൗവന കാന്തി നിലനിൽക്കണമെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി വേണം. അതിന് വർഷത്തിൽ 10 ദിവസം കഴിക്കേണ്ട ഒരു അമൂല്യമായ ഔഷധ ചേരുവയാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ആയുസ്സുണ്ടായാൽ പോരാ, ആരോഗ്യം വേണം. ആരോഗ്യമുണ്ടെങ്കിൽ ആനന്ദമുണ്ടാകൂ എന്നാണ് കാർത്തിക ആയുർവേദിക്സിന്റെ മുദ്രാവാക്യം. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ഞൂർ നമ്പിശമ്പടി. പുതുതലമുറ തീരെ ചെയ്യാത്തൊരു കാര്യമാണ് ഔഷധക്കഞ്ഞി സേവ. ഔഷധക്കഞ്ഞി, കഞ്ഞിക്കൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. പൂർവികരൊക്കെ വർഷത്തിൽ കഴിച്ചിരുന്നു, നോമ്പുകാലത്ത് കഴിച്ചിരുന്നു. ഈ നോമ്പുകാലത്ത് കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രതിരോധ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഔഷധക്കഞ്ഞി കഴിച്ചിരുന്നത്. പുതുതലമുറ അത് കഴിക്കാത്തത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരോഗ്യം വളരെ വീക്കാണ്, പ്രതിരോധ ശക്തിയും കുറവാണ്. വർഷത്തിൽ ഒരു 10 ദിവസമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 41 ദിവസം വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിലും കഴിക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഔഷധക്കഞ്ഞി കൂട്ട് എന്ന് പറയും. അത് നമുക്ക് മരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പണ്ടൊക്കെ ആളുകൾ വീടുകളിൽ നമുക്ക് പുത്തിരിച്ചുണ്ട, കുറുന്തോട്ടി, മുറിമരുന്ന് എന്ന് പറയും, അത് മുറിമരുന്ന് എന്ന് പറയും. അതിന് തന്നെ വേറൊരു പേരുണ്ട്, പാർവള്ളി എന്നും പറയും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ അരിയാറ് ജീരകം, കക്കുംകായ പരിപ്പ്, ആശാളി, അങ്ങനെ കുറേ അരിയാറ് ജീരകം എന്ന് പറയുന്നത് തന്നെ 9 കൂട്ടം മരുന്നാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളുടെ ചേരുവകൾ ചേർന്നിട്ട് ഏറ്റവും കുറഞ്ഞൊരു 16 കൂട്ടം മരുന്നിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് ഇത് ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞിക്കൂട്ട്. ഇത് ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഒരു നേരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് 10 ഗ്രാം മരുന്നാണ് നമ്മൾ ഇതിനെടുക്കേണ്ടത്. ഒരു ദിവസം ഒരാൾ കഴിക്കേണ്ടത്. അത് കഴിക്കുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഉണങ്ങല്ലരിയിലിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നവര അരിയിലും കഞ്ഞി വെച്ച് കഴിക്കാം. ഈ ഉണങ്ങല്ലരിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔഷധ മൂല്യം പൂർണ്ണമായിട്ടുള്ള അരിയാണത്, കാരണം പുഴുങ്ങി അതിൻ്റെ വെള്ളം കളയാത്തതാണ്. പിന്നെ അതിലിട്ടിട്ട് തന്നെ നമ്മൾ വറ്റിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് നവരരി എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും, അത് പൂർണ്ണ ഔഷധ മൂല്യമുള്ളതാണ്. രുചി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണങ്ങലരിയാണ്. അപ്പോൾ നമുക്ക് മടുക്കാതെ വരില്ല, എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്, ആൻറ്റിബയോട്ടിക് എനർജി നമ്മളിൽ ഉണ്ടായി വരും എന്നുള്ളതാണ്. ഔഷധങ്ങൾ നമുക്ക് വർഷത്തിൽ സൗന്ദര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യമായിക്കോട്ടെ, ഇതൊക്കെ കെയർ ചെയ്തെങ്കിൽ മാത്രം നിലനിൽക്കുന്നതാണ്. നമ്മളത് എല്ല് തേയ്മാനം, നാഡീഞരമ്പുകൾക്കുള്ള ബലങ്ങൾ, അതുപോലെ തന്നെ തരിപ്പ്, മരവിപ്പ്, കോച്ചിപ്പിടുത്തം മുതലായ കാര്യങ്ങൾ, പ്രകൃതിയിലെ അതുപോലെ ചൂട്, തണവ് എന്നിവ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റു രോഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ അലർജി പോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടാവാനാണ് ഇത് പഴമക്കാർ കഴിച്ചിരുന്നത്. പുതുതലമുറ ഭക്ഷണം കംപ്ലീറ്റ്, അങ്ങനെ മരുന്ന് കംപ്ലീറ്റ്, ആയുർവേദം ആയിക്കോട്ടെ, ലേഹ്യം ആയിക്കോട്ടെ, അരിഷ്ടം വരെ ഗുളികയാക്കി കഴിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഷായം ഇപ്പോൾ ഗുളികയാണ്, അപ്പോൾ ഇനി അരിഷ്ടത്തിൻ്റെ ഗുളിക ഇനി ഇറങ്ങി തുടങ്ങും. അപ്പോൾ എല്ലതും അങ്ങനെയായി മാറി. പക്ഷേ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആരോഗ്യമുണ്ടാവാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? അത് നല്ല ഭക്ഷണം കഴിക്കലും അത് കെയർ ചെയ്യലും തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് നമ്മൾ മറ്റൊരു സപ്ലിമെൻ്റ് എടുക്കേണ്ടത്. മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ എന്നിരുന്നാലും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഇത് കഴിക്കേണ്ടി വരും. പുതുതലമുറയ്ക്ക് അറിയാത്തവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങളുടെ ഗുണമുള്ളൊരു സാധനമാണ് ഈ ഔഷധ കഞ്ഞിക്കൂട്ട് എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരു അടുപ്പിച്ചൊരു 10 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിക്കാം. പിന്നെ തുടർച്ചയായിട്ട് 40 ദിവസം വേണമെങ്കിലും കഴിക്കാം, ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം. ഇതൊക്കെ വളരെ നല്ലതാണ്. പ്രസവിച്ച സ്ത്രീകൾ ഇത് കഴിക്കും. അതെന്ന് വെച്ചാൽ അവരുടെ ശരീരം ഇളപ്പെട്ട് നിൽക്കുമ്പോൾ, അവരുടെ ആ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം ഇളപ്പെട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കഞ്ഞി കുടിക്കുന്നത്. ഒരു 10 ദിവസമൊക്കെ അവർ കഴിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ പഴമക്കാർ പറഞ്ഞു വെച്ചതും ചെയ്തു വെച്ചതൊന്നും വെറുതെ അല്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് ഇത് കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി കാർത്തിക ആയുർവേദിക്സ് എല്ലാവരും അങ്ങനെ ആരോഗ്യവാന്മാരായിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വൈദ്യൻ എന്ന നിലയിൽ ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.